ഹലോ ഗായ്സ്, വെൽക്കം ടു ഞങ്ങളുടെ വ്ളോഗ്. ഗായ്സ്, ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആണോ സൺഡേ ആണോ ഒന്നും പറയണ്ട. സാറ്റർഡേ ആണ്, വീക്കെൻഡ് വ്ളോഗ് ആണ് നമ്മുടെ. വീക്കെൻഡ് വ്ളോഗ് അല്ല, നമ്മള് വീക്കെൻഡ് വ്ളോഗ് ആണ്. ഇന്ന് നമ്മള് എവിടെയാ പോകുന്നത്? നമ്മളൊരു മൂവിക്ക് പോവാ. മൂവിന്റെ പേര് പറ. നീ പറ. ഗൈസ്, ആക്ച്വലി ഞാൻ മൂവിന്റെ പേര്, ആൾക്കാരെ പേര് ഇതൊന്നും ഓർത്ത് വെക്കാൻ എക്സ്പേർട്ട് അല്ല. പേര് എനിക്ക് മറന്നു പോകും. ഒരാളെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടാവണേ, ഞാൻ ആളെ അറ്റ്ലീസ്റ്റ് ഒരു 2 തവണയെങ്കിലും ആ പേര് വെച്ച് വിളിച്ചിട്ടുണ്ടാവണം. ജസ്റ്റ് പേര് പറഞ്ഞു പോയ ആളാണെങ്കിൽ വെരി സോറി, എനിക്ക് ആ പേര് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതാണ് അതാണ് പ്രശ്നം. ഞാൻ എനിക്ക് കുറച്ച് നല്ല ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ ഓർത്ത് വെക്കുള്ളൂ. അത് എനിക്ക് വേണ്ടാണെ അപ്പ സ്റ്റോറിയോ അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കും. ഓക്കെ, അങ്ങനെ പറ. അപ്പൊ നമ്മള് ഈ പടത്തിന് പോകുന്നത് നിനക്കപ്പൊ വേണ്ടേ? അത് അവിടെ എത്തുമ്പോ എന്തായാലും പടത്തിന് പേരെഴുതി കാണിക്കുമല്ലോ. അപ്പൊ ഞാൻ നോട്ട് ചെയ്തോളാം. പടത്തിന് പോവാ, വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ് ഗൈസ്. പടം കാണണം അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് പോവാ, സമയം കളയാ, വരാം അല്ലേ? അപ്പൊ നീയോ? എനിക്ക് ആ പടം കാണണമെന്നുണ്ടായിരുന്നു. ഓഹോ, ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു. നീ ട്രെയിലർ കണ്ടു? നല്ല റിവ്യൂ കണ്ടു, നല്ല റിവ്യൂ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ആ പടം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. എവിടെയാ പോകുന്നത്? അത് ഫോറം മാളില്. ഞങ്ങൾ മറ്റേ റോളർ കോസ്റ്ററിൽ കയറാൻ പോകും. ഫോറം മോളിലാണ് നമ്മൾ പോകുന്നത്. ഫോറം മോളിൽ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. അവിടെ പോയിട്ട് പുതിയ തിയേറ്ററൊക്കെ ജയന്ത് പറഞ്ഞത്. ജയന്താണ് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് എക്സിക്യൂട്ടർ. അവൻ ഓരോന്ന് ഇങ്ങനെ പറയും, നമ്മളത് അങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യും. ജയന്തിന്റെ പാത്തിലാണ് നടക്കുന്നത്. പാത്തിലൊന്നും അല്ല, ജയന്തിന് പോവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ആ പടത്തിനാണ് നമ്മൾ പോകുന്നത്. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്, ആ പടം പോയി കാണാം. എന്റെ പല്ലിന് കുറച്ച് അധികം കളർ ഉണ്ട്. കണ്ടോ, കൂളിംഗ് ഗ്ലാസ് എടുത്താൽ ഒട്ടും കൊള്ളത്തില്ല. ഇപ്പൊ നല്ല വെയിലുണ്ട്, അപ്പൊ പല്ലിങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ പല്ലിന് ഇത്ര കളറില്ല, ബട്ട് കാണാൻ നല്ല നല്ല നന്നായിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഫിൽറ്റർ ഇല്ലേ, നാച്ചുറൽ ഫിൽറ്റർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം. മൂവി എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഞങ്ങളെ റിവ്യൂ പറയാം. ഞങ്ങള് റിവ്യൂവേഴ്സ് അല്ല, പക്ഷെ ഞങ്ങളെ ലെവലിലുള്ള ഒരു റിവ്യൂ ഇല്ലേ, അത് നിങ്ങക്ക് ഇന്ന് മനസ്സിലാവും ഞങ്ങൾ ഏത് ലെവലിലുണ്ടെന്ന്. നമ്മളെ ലെവലിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ റിവ്യൂ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ചധികം റിവ്യൂവർ പറയുന്നത് അവര് കേട്ടിട്ട് കാണാൻ പോവാം. ഓക്കെ, എന്തായാലും നല്ല പടം എന്നാണ് നമ്മൾ കേട്ടത്. പോയി കാണാം. ജസ്റ്റ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവി എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, കണ്ടിട്ട് വരാം. ഓക്കെ, പോവാം. 24 ന്യൂസിന്റെ ഇവിടെ 24 ന്യൂസ് ഇവിടെ വൈറ്റിലയുടെ അവിടെ. ഇത് ഏതാ സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ. വൈറ്റില നമ്മള് വെന്നല സൈഡില് അവരുടെ ഓഫീസില് ഓണപ്പരിപാടി. ബാക്കി നിങ്ങൾ ടിവിയിൽ കണ്ടോളൂ. ടിവിയിൽ കാണിക്കൂ? അത് കാണിക്കൂലേ? യെസ്, അവർ ഓണം പ്രോഗ്രാം ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അകത്ത് അവരുടെ സ്റ്റുഡിയോയില് അകത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇത് പുറത്ത് ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നതില് എന്തായാലും. ഇത് നമ്മളിപ്പോ വൈറ്റില ബൈപ്പാസിൽ കേറാൻ പോകുന്നു. വെന്നല കേറി നമ്മള് ബൈപ്പാസിൽ കേറി. നല്ല ക്ലൗഡിയാണ്, മഴ പെയ്യും തോന്നുന്നില്ലേ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ വെയിലായിരുന്നു. അതാ ഈ സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചത് കണ്ടിട്ടുണ്ടാവല്ലോ. ക്ലൈമറ്റ് അങ്ങനെയാണ് ഇപ്പൊ. അങ്ങ് പോയി, ഇനിയിപ്പോ ഇരുട്ടായിരിക്കും. ഫോറമാണ്ട് അടുത്തെത്തി. പക്ഷെ എങ്ങനെ കേറേണ്ടത് എനിക്കറിയില്ല. ഇവിടെ യൂട്ടേൺ വല്ല ഉണ്ടാവോ? യൂട്ടേൺ കാണേണ്ടതാണ്, ഫ്രണ്ടിലായിരിക്കും. യൂട്ടേൺ എടുത്ത് നമ്മൾ വരണം. നോ, സെക്കൻഡ് ടൈം ഐ ആം വിസിറ്റിംഗ് ഫോറം മാൾ. ഓക്കേ, നമുക്ക് ഏത് പാർക്കിംഗ് കിട്ടുക? നമ്മളെ ലക്ക് എങ്ങനെയാ നോക്കാം ഗൈസ്. പാർക്കിംഗ് ഏത് കിട്ടുക? കറങ്ങിയിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടുമോ നോക്കാം. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇന്ന് എന്തോ പരിപാടി. ഫോറം മാളിൽ സാധാരണ ഞാൻ കുറെ സ്റ്റേറ്റസ് കാണാറുണ്ട്. ഫോറം മാളിൽ എപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഫോറം മാളിന്റെ അകത്ത് എന്തോ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഫോറം മാളിന്റെ അകത്താണോ അത്? ഐ ഹാവ് സീൻ
ഫോറം മാളില് പാർക്കിംഗ് ഫീ ഇല്ല, ഫ്രീ പാർക്കിംഗ് ആണ്. ഇല്ല. ഓ നമ്മൾ ഡാർക്ക് ആയി ഗൈസ്. നമ്മൾ ഡാർക്ക് ഫ്രണ്ടിൽ കാണിക്കാം. നമ്മൾ ഡാർക്ക് ആയതിന്റെ കാരണം ഇതാണ്. ഫോറം മാളില് പാർക്കിംഗ് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങി കറങ്ങി പോകുന്ന പാർക്കിംഗ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം നിനക്ക് എത്രാമത്തെ ഫ്ലോർ വേണം? എനിക്കൊന്നും വേണ്ട, ഇവിടെ വല്ല സൈഡിൽ കിട്ടിയാൽ മതി. സൈഡില് കിട്ടൂല, അവിടെ ഉണ്ടല്ലോ റിസർവ്ഡ് ആയിരിക്കും. ലേഡീസിന് റിസർവ്ഡ് പാർക്കിംഗ് ഉണ്ടാവില്ലടാ? അറിയില്ല, എനിക്കറിയില്ല, ചോദിക്കണം. കൊക്കോ ഉണ്ട്, കൊക്കോ വാലറ്റ് പാർക്കിംഗ്. വാലറ്റ് പാർക്കിങ്ങിന് 200 രൂപ, 20 രൂപ പാർക്കിംഗ് ഫീ അവിടെ വാലറ്റ് പാർക്കിംഗ് ഇടുന്നതിന്. താങ്ക് യു. നമ്മളെ വെൽക്കം ചെയ്തു ഗൈസ്. അവര് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അത് അവര് കേറി. ഓ നോ, ഇനി നമ്മൾ P6 വരെ പോണം കണ്ടാ. P6-ലാണോ ഉള്ളത്? I mean 6th floor. കേറ്റിക്കോ. ഓക്കേ, നമ്മൾ റോളർ കോസ്റ്ററിൽ കേറി ഗൈസ്. കണ്ടാട്ടോ ഡ്രൈവർ P10 എത്തിയിരിക്കുന്നു. നെക്സ്റ്റ്. ഓ ഇതിങ്ങനെ എടുത്തോണ്ടൊക്കെ എനിക്ക് പറ്റും തോന്നില്ല കേട്ടോ. എന്താ കൈൻഡ് ഓഫ് തല ഇസ് ഞാൻ തലൊരു സൈഡിൽ ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. സിമ്പിൾ ആയിട്ട് ഓടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്റെ തല ഒന്ന് ആരെങ്കിലും ഹോൾഡ് ചെയ്താൽ നല്ലായിരിക്കും. P6. ഓ നമ്മൾ എത്തിയില്ലല്ലോ, എന്താ എൻട്രി കാണാത്തെ? P2 P3 ഒന്നും കാണുന്നില്ലല്ലോ. അതങ്ങ് മുകളിലായിരിക്കൂടാ, ഏറ്റവും മുകളിലോ? വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയൊരു P2-ന് ഇത്ര കറങ്ങി വരണോ? ഞാന് ഉണ്ടോ? P2 നമ്മൾ വിളിച്ചു ഗൈസ്. P2-ല് നിന്ന ചേച്ചി നമ്മളെ അകത്തേക്ക് വിളിച്ചു. സോ നമുക്ക് കൂടുതൽ കറങ്ങണ്ടെന്നല്ലേ. ഇവിടെ ഒന്നും എന്താ കിറങ്ങണ്ട. ഇത് പാർക്കിംഗ് ആണോ? ഇത് പാർക്കിംഗ് അല്ല, ഇവർക്കുണ്ട്. ഫ്രണ്ട് ബാക്കിലാണോ? ഓ സോറി ചേച്ചി, സ്റ്റാർട്ടിങ് തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നേ. പിന്നെ നല്ല സ്ലോ ആയിട്ടാണ് വണ്ടി എടുക്കുന്നത്, അതുകൊണ്ട് ഡ്രൈവർ ആയതുകൊണ്ടേ വീണ്ടും നമ്മൾ ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് ഒരു മറ്റേ സന്തോഷ് ജോർജിന്റെ കുറച്ച് ഡയലോഗ് എനിക്കറിയില്ല. അറിയില്ലേ ആരത്? തീർന്നടാ, നമ്മളായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ലക്കുണ്ട്, ബക്കാലക്ക്. ഓക്കേ Okay, we are done with the party. Let's go in. പോവാ ഗൈസ്. നമ്മള് പാർക്കിങ്ങിന് വണ്ടി നിർത്തി, അവിടുന്ന് ഡയറക്റ്റ് മോളിലേക്ക് എൻട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് ഒന്നും കയറണ്ട, ഡയറക്റ്റ് ലുലു മോളിലാണെങ്കിൽ ലിഫ്റ്റ് കയറിയൊക്കെ പോണം അല്ലേ? ലുലു മോളില് പാർക്കിങ്ങിൽ നിർത്തിക്കഴിഞ്ഞാൽ നടന്ന് കയറാം, മറ്റേ പാർക്കിങ്ങിലാണെങ്കിൽ ലിഫ്റ്റ് കയറി വരണം. ഇവിടുന്ന് ഡയറക്റ്റ് മോൾ എൻട്രി ചെയ്യാം നമുക്ക്. This is a mode entry. Way to parking. ഇത് നമ്മൾ ഏതിലെ പാർക്ക് ചെയ്ത്? P2-ഇല്ലല്ലേ? ഓർത്ത് വെച്ചോട്ടോ. അത് ഡയറക്റ്റ് നമ്മളിപ്പോൾ മോളിൽ കയറി, അകത്ത് കയറി. സിമ്പിളാണ് അല്ലേ, പെട്ടെന്ന് എത്തി. അതെ. ഇത് ഏത് ഫ്ലോർ ആയിരിക്കും അപ്പോൾ? ഇത് 6 ആണോ? ഇത് ഏതാ ഫ്ലോർ നമുക്ക് നോക്കാം. ഇതെങ്ങനെയുണ്ട് അത് ഫോറം മോള്? ഡിഫറെന്റ് ഫീൽ അല്ലേ, വേറൊരു ടൈപ്പ് ഓഫ് മോള്. നമ്മൾ ലുലു മോൾ തന്നെ എപ്പോഴും കണ്ട് വന്നപ്പോൾ വേറൊരു മോള് കണ്ടപ്പം ഫോറം മോള് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നും. അപ്പം നമ്മൾ തിയേറ്റർ കണ്ടുപിടിക്കണം. തിയേറ്റർ എവിടെയാ? ഏത് ഫ്ലോറിലായിരുന്നു? 3rd ഫ്ലോറിലായിരുന്നോ? ഇത് 2 ഇട്ടേക്കുന്നത് എന്തായിരിക്കും? 2nd ഫ്ലോർ ആണോ ഇത്? അതെ, 2 ഇട്ടേക്കുന്നില്ല, അപ്പോൾ ഇത് 2nd ഫ്ലോറാണ്. താഴെ ഗ്രൗണ്ട് ഫസ്റ്റ്. ഏത്? അത് ലോവർ ഗ്രൗണ്ട് ആണോ അത്? ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് ഗ്രൗണ്ട് ഫസ്റ്റ്, 2nd, അപ്പോൾ ഇത് 3rd ആയിരിക്കും.
ബാക്കിൽ ഫുഡ് കോർട്ട് കണ്ടാ, ബാക്കിൽ താഴെ ഫുഡ് കോർട്ടാ. ഇല്ലായിരിക്കും മേ ബി. അതെ ഇപ്പൊ കാണാലോ. ആ നമ്മള് തേർഡിലേക്ക് വന്നത്. ഫ്ലോറിലാണ് നമ്മുടെ PVR. തിയേറ്ററിൽ പോയിട്ട് ഇതാ PVR. സീറ്റിലിരുന്ന് ഒന്ന് വൈബാക്കാം. 3:40 നമ്മൾ ഷോ തുടങ്ങുന്നത്. 3:30 ആകുമ്പോൾ നമ്മൾ എത്തി. ഇതാണ് ഇവിടുത്തെ PVR. ഫോറം മോള് PVR മോള്. PVR മോളല്ല, PVR സിനിമാസ്. കേറല്ലേ? ഏതാ PVRന്റെ ആപ്പ് ആയിരിക്കും അല്ലേ? 100 ഓഫ് ഓൺ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ആപ്പ് PVRന്റെ ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ PVRന്റെ അല്ലേ ബുക്ക് ചെയ്തത്, നമ്മൾ ബുക്ക് മൈ ഷോയിലാണ് ബുക്ക് ചെയ്തത്. പോവാം, കയറാം. എന്താ കഴിക്കാൻ? ഇപ്പോൾ ഒന്നും വാങ്ങണ്ടല്ലോ, കഴിച്ചിട്ടല്ലേ വന്നത്? പോപ്കോണിൻ്റെ. പക്ഷെ വെള്ളം കുടിച്ചാലോ എന്നുണ്ട്. ഇവിടെ വെള്ളം കിട്ടുമോ? വെള്ളം ഫ്രീ അല്ലേ? ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇതാ ഇവിടെയുണ്ട് കുറേ ഷോപ്പ്. നമ്മളേതാ 6 അല്ലേ? നമ്മളെ സ്ക്രീൻ 6 ആണ്. ഇത് ഐസ്ക്രീംസ് 4. സ്കാൻ ടു ഓർഡർ. ഇവിടുന്ന് സ്കാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ വേണോ? നീ കുറച്ച് വെള്ളം കുടിച്ചാലോ എന്നുണ്ട്. വെള്ളം കിട്ടൂല, വെള്ളം വാങ്ങണോ? എവിടെ 6? എവിടെ 5? ഓ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊരു തിയേറ്റർ പോലെ തോന്നില്ലല്ലോ. വേറെ എന്തൊക്കെയോ ഉണ്ട്. ഒരു എക്സിബിഷന് വേണ്ടി വന്ന പോലെ ഉണ്ട്. ഞാൻ ഏതോ ഒരു മറ്റേ മ്യൂസിയത്തിലൊക്കെ പോയ പോലെ ഉണ്ട്. ഇതാണ് 6. സ്റ്റാർട്ടായിട്ടില്ല. ബാ, നമ്മൾ തിയേറ്ററിലെത്തി ഗായ്സ്. ഡാർക്ക് ദ ഡാർക്കസ്റ്റ്. നമ്മളിനി മൂവി കണ്ടിട്ട് ബാക്കിയുള്ളത് പറയും. ബൈ. ഓക്കെ, റിവ്യൂ പറയാനോ? മൂവി കണ്ടിറങ്ങി ഗൈസ്. മൂവി നല്ലായിരുന്നു അല്ലേ? അടിപൊളിയാണ്. വെയിറ്റിംഗ് ഫോർ ദി സെക്കൻഡ് പാർട്ട്. പാർട്ടുണ്ട് ഇനിയും. നല്ല അടിപൊളി മൂവിയാണ്. മറ്റേ അവഞ്ചേഴ്സ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സ് വേർഷൻ അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഇട്ട് എല്ലാവരും പോയി മൂവി കാണുക. നല്ല മൂവിയാണ്, ഇരുന്ന് കാണാൻ പറ്റും അല്ലേ? നല്ല വൈബാണ്. സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോൾ കാണാം. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ കണ്ടുപോവാ. ഓരോ പാർട്ടായിട്ട് കണ്ടുപോവാ. നമ്മൾ അവഞ്ചേഴ്സും കുറേ ക്യാരക്ടേഴ്സ് കാണുന്ന പോലെ ഇതേപോലെ കുറേ ക്യാരക്ടേഴ്സ് കണ്ടുപോവാ അല്ലേ? വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ചായയോ കഴിക്കുകയോ എല്ലാം ചെയ്യാം. പോവാം. എന്താ കഴിക്കാം? KFC കഴിച്ചാലോ? എനിക്ക് ബർഗറാണ് കഴിക്കാൻ തോന്നുന്നത്. ഓക്കെ, പോവാം. ഇവിടുത്തെ ഫുഡ് കോർട്ട് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? നല്ല വ്യൂവാ, നല്ല രസമുണ്ട്. ഒരു ലക്ഷറി, ഒരു പ്രീമിയം ഫീലൊക്കെ അല്ലേ? ഒരു പ്രീമിയം ലക്ഷറി ഫീൽ ആയിട്ടില്ലേ? ആ മരമൊക്കെ കണ്ടോ? കൊള്ളാം. വേറൊരു ഫീല്. ലുലുവിനെ പോലെ അല്ല, കുറച്ച് നമ്മളാ KFC ഇവിടെ എവിടെയാ ഉള്ളത്? ഇതാ അവിടെ ഉണ്ട്. അവിടെ നമ്മൾ KFCയിലേക്കാണ് ഗൈസ് പോകുന്നത്. ബർഗർ അല്ലേ? എന്നാൽ KFCന്ന് അത് വാങ്ങിയിട്ട് മെക്ഡിന്ന് ബർഗറും വാങ്ങാം. എൻ്റെ ഫോണ് എൻ്റെ എങ്ങോട്ടാ? യൂമി. സൈറ്റ് അടിക്കാൻ വിശക്കുന്നു. നമ്മൾ KFCയിലെത്തി. ഓർഡർ വേറൊന്നും വേണ്ടേ?
വേറെ ഒന്നും വേണ്ട, വിശക്കുന്നു. ഇത് തന്നെ വേഗം കിട്ടിയാൽ മതി. നോക്കിയായിരുന്നോ 7 മിനിറ്റ് റൂൾ ഉണ്ട് നമുക്ക് KFC-യിൽ. ഇപ്പോൾ 7 മിനിറ്റ് അവരിപ്പോൾ തന്നെ പറഞ്ഞു ഓർഡർ റെഡിയാണ്, ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 6:52 നമ്മൾ ഇല്ല ഇതിൽ ടൈം ഉണ്ടാവും. 6:58 നമുക്ക് അടിച്ചത്. അപ്പോൾ ഒരു 7 മിനിറ്റ് റൂൾ വെച്ചിട്ട് അതിനു മുമ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ്റെ പീസും കൂടെ എക്സ്ട്രാ കിട്ടും തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ ഇതിലെന്തോ KFC ഓണം സ്പെഷ്യൽ കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ നമുക്ക് പിന്നെ നോക്കാം. കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഷിയേഴ്സ് അടിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ്. വിശക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് കാണാം. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. കഴിക്കൂ. ഫോറം മോളിന്റെ ഫുഡ് കോർട്ടാണ് ഗൈസ്. നല്ല ഫീലുണ്ട്. എന്തോ എനിക്കെന്തോ എയർപോർട്ടിലൊക്കെ പോയ ഒരു ഫീലുണ്ട് എനിക്കിപ്പോൾ. അല്ലേ, ലുലുവിൽ നമ്മൾ പോയി മടുത്തോണ്ടായിരിക്കും മേ ബി ഒരു ആംബിയൻസ്. അല്ല ഇന്ന് H&M കൂടെ ഒന്ന് പോണം. വെസ്റ്റ് സൈഡിൽ പോണം. പിന്നെ വേറെന്താ, എവിടെ പോകേണ്ടത്? ഓ, കഴിക്കാൻ തുടങ്ങി നീ. ഹലോ ഗായ്സ്, ഇതിലേക്കൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അത് ആരാന്ന് നമുക്ക് നോക്കാം. ആരാ ഇത്? മാവേലി ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറയും നടക്കുന്നുണ്ട്. ഫുഡ് കിട്ടുമോന്നായിരിക്കും അല്ലേ നോക്കി നടക്കുന്നത്. വിശക്കുന്നുണ്ടോ? നമുക്ക് കൈ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നില്ലേ മാവേലിയുടെ കൂടെ? കഴിച്ചായിരുന്നോ മാവി? എനിക്കൊരു 2 സെന്റ് സ്ഥലം വേണം. 2 അടിയാണോ? മാവേലിയുടെ അടുത്ത് പോയി ചോദിച്ചാലോ? എനിക്കൊരു 10 സെന്റ് സ്ഥലം വേണം എറണാകുളത്ത്. 10 സെന്റിന്റെ കണക്കിലില്ല, 2 അടി വാങ്ങിച്ചിട്ടാണ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗതിയിലെത്തിയത്. ഇതിലെ കൂടെ കറങ്ങി നടക്കുന്നത്. ഇതിലെ കൂടെ കറങ്ങി നടക്കുന്ന നമുക്ക് പോകണ്ടേ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? H&M പോണോ? ഓക്കെ, നമ്മളിപ്പം H&M പോകാൻ പോവാം. H&M എവിടെയുണ്ട് നമ്മൾ ആദ്യം തപ്പണം. കറങ്ങി നോക്കാം. വാഷ് ചെയ്തിട്ട് പോവാം. അത് വേണ്ട, അത് പാവങ്ങൾക്ക് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. KFC കഴിക്കുന്ന പാവങ്ങളില്ലേ, അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാം. നമ്മൾ H&M ഗൈസ്. ഇവിടെ ഒരു സ്റ്റാൻഡിങ് മിറർ ഉണ്ടല്ലോ. സ്റ്റാൻഡിങ് മിറർ എന്തിനാ എൻ്റെ ഫ്രണ്ടിൽ ചാടുന്നത്? ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങേ. ഇതുപോലെ വേണ്ട നിനക്ക്? ഇതുപോലെ നവ്യൊക്കെ അത് വലുതാ. അത് കുറേ സാധനമൊക്കെ വെക്കുന്ന പോലെ. ഇത് ലാപ്പ് മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. ആ, ലാപ്പും ചാർജറും. ഇത് ചാർജറും. ഇവിടെ നമുക്ക് ഫോൺ ചാർജർ. ആ, വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്. കയ്യിൽ പിടിച്ച കയ്യിലിട്ട് എങ്ങനെ? ഏത്? ഇതാ നല്ലത് തോന്നുന്നു എനിക്ക്. കാണാനൊരു ലുക്കുണ്ട്, ഒരു ക്ലാസിക് ലുക്കുണ്ട്. വൈറ്റും ഗോൾഡും. ആ, അതിൽ നോർമൽ വെക്കേണ്ടി വരും, ചുമ്മാ വെക്കേണ്ടി വരും. ഏതാ? ലൈഫ് സ്റ്റൈലിലാണോ? ആ, നമ്മൾ എന്താ വാങ്ങാൻ വന്ന സാധനം ഒന്നും വാങ്ങിയില്ല, വെറുതെ വന്ന് വേറെ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നു. ഇങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാം. നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ വാങ്ങി പോവും. അതെ, ഇവിടെ വെച്ചേക്കുന്ന എങ്ങനെയാ? ബാസ്ക്കറ്റിലാ? ആ, ഓക്കെ. എന്താ എടുക്കുന്നത്? ട്രേ ആണോ? അതിന് എത്രയാ? ട്രേ വേണോ നമുക്ക്? അത് എന്തത് കളിക്കല്ല? അത്
ഇതില് വെക്കാനാ? വേണ്ട അതെയാ ട്രേ, നമുക്ക് കപ്പ് മാത്രം. അഞ്ചെണ്ണം വെക്കാൻ പറ്റും. എന്താ ട്രേ വേണോ നിനക്ക്? അതെ. ആ വൈറ്റ് ആ 8 എണ്ണം. ആ ഓക്കെ, ഞാൻ അങ്ങോട്ട് വന്നു. ബില്ലിങ് എവിടെയാ? അപ്പറയാ? ആ ഓക്കെ, താങ്ക്സ്. അതാ അതിൻ്റെ കൂടെ പോകുന്നത്. അത് വേണ്ട മതി ഇനി വെക്കണ്ട. അത് പോകുന്നുണ്ട് ആ ട്രേ. നാട്ടിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക്. എന്താ അത് അതിൻ്റെ കൂടെ പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്താ പറയണ്ടേ, എവിടെ പോകുന്നുണ്ടത്? ഇതേ പോവാം. അന്നാ ട്രേ എടുക്ക്. ട്രേ ഇല്ലാണ്ട് പോവില്ലെന്ന് പറയുന്ന കേസ്. ഓക്കെ, നമ്മൾ വെറുതെ ഇങ്ങോട്ട് ലൈഫ് സ്റ്റൈലിൽ അറിയാണ്ട് ലൈഫ് സ്റ്റൈല്. ശരി, അത് വെക്കുക. അറിയാണ്ട് ലൈഫ് സ്റ്റൈലിൽ കയറിയതാണ്, ചുമ്മാ കയറിയതാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ ഇത്രയും കപ്പും വാങ്ങിയിട്ട് ഒരു ട്രേയും വാങ്ങിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയാണ് കയറിയത്. ഇവിടെ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും. രാജാവിൻ്റെയും വേണ്ട, അഗ്നീൻ്റെയും വേണം. ഓഹോ, പക്ഷേ അലാവുദ്ദീൻ്റെ. ഓക്കെ, നമുക്ക് വേറെ നോക്കാനില്ല. എന്തെന്താ എനിക്ക് വേണ്ട, വാ. അതൊക്കെ പിന്നെ നോക്കാം, ആവശ്യമുള്ളപ്പോൾ നോക്കാം. ഇവിടെ ഫുള്ളും ഭയങ്കര അതെ, കാണാൻ നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കളേഴ്സ് വൈറ്റ് ആൻഡ് ബീച്ച് തീമിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം വാങ്ങിപ്പോവും അല്ലേ? കാശുണ്ടെങ്കിൽ വാങ്ങിപ്പോവും, ഇല്ലെങ്കിൽ വാങ്ങൂല. കാശില്ലെങ്കിൽ എങ്ങനെ വാങ്ങും നമ്മൾ? അതെ. ഇവൻ ഇവിടേക്ക് വന്നത് എന്തിനാന്നറിയോ? ഷർട്ട് വാങ്ങാൻ വേണ്ടി. ഇതിന്റെ കയ്യിലുള്ളത് കപ്പും ട്രേയും നമ്മൾ വാങ്ങി. ബാത്റൂം ഫിറ്റിങ്ങും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നാ പോവാ. ഇനിയൊന്നും നോക്കണ്ട, പോയേക്കാം. ഹലോ ഗൈസ്, അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് പോവാ. ഇനി ഇവിടെ കറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ആ, ഇനി അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.